കഴിഞ്ഞ യു.ഡി.എഫ് സർക്കാരിന്റെ ബജറ്റ് അവതരണത്തിൽ ചെർപ്പുളശ്ശേരി നഗരസഭയുടെ പ്ലാൻ ഫണ്ടിൽ നിന്നും 4 കോടി രൂപ വെട്ടിക്കുറച്ചതായുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വാർത്ത ശരിയാണെങ്കിൽ ചെർപ്പുളശ്ശേരി നഗരസഭയെ അത് ഏതെല്ലാം രീതിയിൽ ബാധിക്കുമെന്നത് നമുക്ക് നഗരസഭാ ഭരണാധികാരികളോട് തന്നെ ചോദിച്ചറിയാം. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ചെർപ്പുളശ്ശേരി നഗരസഭ വൈസ് ചെയർമാൻ സി ജയകൃഷ്ണനാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു നടപടി നോക്കിക്കാണുന്നത്? വളരെ ആശങ്കയോടും അതിനേക്കാളേറെ വളരെ ഭയത്തോടു കൂടിയാണ് ഈ നടപടി. വേണമെന്നുണ്ടെങ്കിൽ ക്രൂരമായ നടപടി തന്നെയാണ് ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഞാൻ ആ ക്രൂരത എന്നുള്ള വാചകം തന്നെ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഒരു കാലത്തും ഇത്തരം ഏതൊരു സർക്കാർ വരുമ്പോഴും ആ സർക്കാരുകൾ പ്ലാൻ ഫണ്ടുകൾ തരുന്നുണ്ട്. കഴിഞ്ഞ സർക്കാർ പ്ലാൻ ഫണ്ട് എന്നുള്ള നിലയ്ക്ക് തന്നെ നമുക്ക് തന്നത് 5,12,00,000 ജനറൽ വിഭാഗങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ടിന് തന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല 1,98,00,000 SC വിഭാഗത്തിന് വേണ്ടി മാത്രം പ്ലാൻ ഫണ്ട് എന്നുള്ള നിലയിൽ നീക്കിയിരിക്കുന്നു. ഇതെല്ലാം വെച്ച് അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഓൺ ഫണ്ടും വെച്ചുകൊണ്ടും അതുപോലെ തന്നെ റോഡ് ഇതര ഇനം എന്നുള്ള രീതിക്കനുസരിച്ചിട്ട് മൊത്തം ഞങ്ങൾ സെൻട്രൽ ഫൈനാൻസിൻ്റെ ഫണ്ട് പോലും കൂടി ഞങ്ങൾ സീറോ ആക്കിയിട്ടാണ് ഈ പ്രാവശ്യം പദ്ധതി 26-27 പദ്ധതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മൊത്തം ഇതെല്ലാം ലഭിക്കും എന്ന് നമ്മൾ കിട്ടിയ രീതിക്കനുസരിച്ച് കഴിഞ്ഞ LDF സർക്കാർ നമുക്ക് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 15,61,00,000 പദ്ധതി വെച്ച്. പക്ഷേ ഇപ്പോൾ UDF സർക്കാരിൻ്റെ നിലവിലുള്ള സർക്കാരിൻ്റെ ബഡ്ജറ്റ് വന്നപ്പോൾ ഞങ്ങളെല്ലാം ഞെട്ടിപ്പോയി. ചെർപ്പുളശ്ശേരി നഗരസഭയ്ക്ക് തന്നെ 5,12,00,000 രൂപ LDF സർക്കാർ അനുവദിച്ചത് ഇപ്പോൾ 3,66,00,000 രൂപ ആ ഭാഗത്തുനിന്ന് വെട്ടിക്കുറച്ചുകൊണ്ട് നമുക്കാകെ പ്ലാൻ ഫണ്ട് 1,52,00,000 രൂപയാണ് അലോട്ട് അനുവദിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല ജനറൽ വിഭാഗത്തിന് കഴിഞ്ഞ SC വിഭാഗത്തിന് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 26-27 പദ്ധതികളിനും പദ്ധതി വികസന സെമിനാർ കഴിഞ്ഞു, എല്ലാമായി കഴിഞ്ഞു. ഗുണഭോക്താക്കൾക്ക് ഇനി എന്തുള്ളൂ, അപേക്ഷ ഫോറം പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിറക്കുക. അവർക്ക് പാർപ്പിടത്തിന് വേണ്ടി എന്ന് മാത്രമല്ല അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് ഓരോ ഇനത്തിലും നമുക്ക് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ അടക്കം നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വന്നപ്പോഴാണ് ഈ സമയത്ത് ഇത് വരുന്നത്. SC വിഭാഗത്തിൽ 1,98,00,000 രൂപ ഉണ്ടായിരുന്നു, 1,69,00,000 രൂപ എത്തിച്ചു. അതിലും ഏകദേശം 29,00,000 രൂപ, അങ്ങനെ മൊത്തം കൂട്ടിയാൽ 3,95,00,000 രൂപയാണ് പ്ലാൻ ഫണ്ടിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെടുന്നത്. അതായത് 4 കോടി രൂപയാണ്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ 1 കോടി കൃത്യമായിട്ട് പറഞ്ഞാൽ 1,36,00,000 രൂപയാണ് സ്പിൽ ഓവറായിട്ട് നമുക്ക് നിൽക്കുന്നത്. ആ സ്പിൽ ഓവർ നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് സ്പിൽ ഓവർ നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതെന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ അതിൽ പാർപ്പിടത്തിൻ്റെ പദ്ധതികളുണ്ട്, വനിതകളുടെ പദ്ധതിയുണ്ട്, ഭിന്നശേഷിക്കാരുടെ പദ്ധതിയുണ്ട്. എന്തിനു പറയുന്നു, കൃഷിക്കാർക്ക് കൊടുക്കാൻ നിൽക്കുന്ന നമ്മുടെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഉഴവുകൂലിയുടെ ബാക്കിയുണ്ട്. അതുപോലെ തന്നെ ക്ഷീര കർഷകർക്ക് അവർ ഇൻസെൻറ്റീവ് ഉണ്ട്. ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. ആ സംഖ്യ തന്നെ ഏകദേശം 1,36,00,000 സ്പിൽ ഓവറായിട്ട് നിൽക്കുന്നുണ്ട്. ആ ഭാഗത്താണ് നമുക്ക് വരുന്നത് 1,52,00,000 രൂപ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പദ്ധതിയുടെ സംഖ്യ മാത്രമാണ് കൊടുക്കാനുള്ളൂ. അതും കഴിച്ചിട്ട് ബാക്കി നമുക്ക് വരുന്നതെന്നുള്ളൂ വെറും 16,00,000 രൂപയാണുള്ളത്. ഇതെങ്ങനെ ബാധിക്കും? ചെർപ്പുളശ്ശേരി നഗരസഭയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏകദേശം വിവിധ ഇനത്തിൽ 200ഓളം പദ്ധതികൾ വയ്ക്കുന്നതാണ്. ഏതെല്ലാം പ്രധാന പദ്ധതികളാണ് ഇത് കാര്യമായിട്ട് ബാധിക്കുക? പാർപ്പിടത്തിൽ ബാധിക്കും. പാർപ്പിടം എന്ന് പറഞ്ഞാൽ ലൈഫ് പദ്ധതി എന്നുള്ളത് തന്നെ ഈ സർക്കാർ ലൈഫ് എന്നുള്ള വാചകം മാത്രമല്ല ആ പദ്ധതി തന്നെ സമ്പൂർണ്ണമായിട്ട് അട്ടിമറിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 10 വർഷം കൊണ്ട് 5 ലക്ഷത്തിലധികം വീട് കൊടുത്തതാണ്. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ ഇനിയും ഞങ്ങൾ കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുക. നമ്മൾ കാത്തിരിക്കുകയാണ്, ഇപ്രാവശ്യം എന്തായാലും കിട്ടുമെന്നുള്ളൊരു ആ സമയത്താണ് ലൈഫ് പദ്ധതി സമ്പൂർണ്ണമായിട്ട് ലൈഫ് പദ്ധതി. ഇതിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പാർപ്പിടമാണ്. പാർപ്പിടം എങ്ങനെ ബാധിക്കുന്നത്? വീട് റിപ്പയറിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങളുടെ പദ്ധതിയിൽ കഴിഞ്ഞ പ്രാവശ്യം 25,000 ജനറൽ വിഭാഗത്തിന് 50,000 വെച്ചു. അതാണ് ഏറ്റവും കൂടുതൽ. ഇനി വീട് റിപ്പയറിന് ഒരു വാർഡിന്ന് സാധാരണഗതിയിൽ ഞങ്ങൾ വെച്ച സംഖ്യക്കനുസരിച്ച് 5 കോടി കിട്ടിയിച്ചാൽ പരമാവധി ഒരു 6 വീടുകളെ കിട്ടും. പക്ഷേ ഇപ്രാവശ്യം വീട് റിപ്പയറിന് പോലും ഗുണഭോക്താക്കൾക്ക് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് മാത്രമല്ല, വീട് റിപ്പയറിന് മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് വനിതകൾക്ക് പല സംരംഭങ്ങൾക്കുണ്ട്. വനിതകളെ സംബന്ധിച്ച് പറഞ്ഞാൽ വനിതകളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസരം. കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് പല സ്കോളർഷിപ്പും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്, അത് കൊടുക്കാൻ പറ്റാത്ത. ഭിന്നശേഷി കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നിർബന്ധമാണ്. അവർക്ക് അടക്കം തുടർന്ന് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഓൺ ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുത്തോളൂ എന്നൊരു സർക്കുലർ വന്നിട്ടില്ല. ഓൺ ഫണ്ടാണെങ്കിൽ ചെർപ്പുളശ്ശേരി നഗരസഭയിൽ അങ്ങനെ വലിയൊരു ഓൺ ഫണ്ടുള്ള നഗരസഭയെന്നല്ല.
കുറച്ച് ഏകദേശം ഒരു സാമ്പത്തിക വർഷത്തിൽ പരമാവധി നമുക്ക് കിട്ടാവുന്ന ഒരു ഓൺ ഫണ്ട് എന്ന് പറഞ്ഞാൽ പരമാവധി 2 കോടി അടുത്തുള്ളൂ. ആ 2 കോടി അടുത്ത് ഓൺ ഫണ്ട് വരികയാണെന്ന് വെച്ചാൽ തന്നെ ഇവിടെയുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചിലവ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മാസം ഏകദേശം 25 ലക്ഷത്തോളം രൂപ ജീവനക്കാർക്ക് ചിലവ് എന്നുള്ള രീതിക്ക് അനുസരിച്ച് അതുകൊണ്ടാണ് സർക്കാരിൻ്റെ സഹായം നമുക്ക് കിട്ടണമെന്ന് പറയുന്നത്. അവിടെയാണ് നമുക്ക് ആശങ്കയും നമുക്ക് ബേജാറുള്ളത്. അത് ഈ ഒരു സർക്കാർ നടപടി വന്നതിന് ശേഷം ചെർപ്പുളശ്ശേരി നഗരസഭയെ ഈ സർക്കാർ പാടെ അവഗണിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടോ? ചെർപ്പുളശ്ശേരി നഗരസഭയെ പാടെ അവഗണിക്കുന്നു എന്നുള്ള അഭിപ്രായത്തിൽ തന്നെ ഞങ്ങൾ നിൽക്കുന്നു. എന്തുകൊണ്ട്? 4 കോടിയാണ് നമുക്ക് നഷ്ടപ്പെടുക. നമ്മൾ അന്വേഷിച്ചു, അടുത്തടുത്ത നഗരസഭയിലും ഇത്ര വലിയ സംഖ്യകൾ കോടിക്കണക്കിന് രൂപ, അവിടെയെല്ലാം 2 കോടി 3 പരമാവധി. പാലക്കാട് നഗരസഭ പറഞ്ഞ വലിയ നഗരസഭ, അതിൽ തന്നെ എത്ര പേരിന് 4 കോടി ചില്ലാണ്. ഷൊർണൂർ നഗരസഭ അവർക്ക് 1 സംതിങ്, ഒറ്റപ്പാലം ഇത്രയാണ്. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ടും ചെർപ്പുളശ്ശേരി നഗരസഭയിലെ LDF ആണ് ഭരിക്കുന്നത് എന്നുകൊണ്ട് ആ രാഷ്ട്രീയ രീതിക്കനുസരിച്ചുള്ള ഒരു പ്ലാൻ ഫണ്ട് കടും വെട്ടാണ് വെട്ടിയിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഏറെ പ്രയാസമുണ്ട്. ഞങ്ങൾ എന്തായാലും പ്രത്യക്ഷമായി ഞങ്ങൾ ഇതിൻ്റെ സമരത്തിലേക്ക് മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. ഗ്രാമസഭയുടെ ഡേറ്റ് തീരുമാനിച്ചതാണ്. ഗ്രാമസഭ 26-ാം തീയതി തൊട്ട് ഗ്രാമസഭ ഡേറ്റ് തീരുമാനിച്ചു. പക്ഷേ ഗ്രാമസഭയായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. എന്തുകൊണ്ട്? നമ്മുടെ അവിടെയുള്ള നേരത്തെ പറഞ്ഞ വിവിധ പദ്ധതികൾക്ക് വേണ്ടി പശുവിനെ മേടിക്കാനുള്ള പദ്ധതിയുണ്ട്, കട്ടിലിനുള്ള ഗുണഭോക്താക്കൾ പദ്ധതിയുണ്ട്, വീട് റിപ്പയറിനുള്ള പദ്ധതിയുണ്ട് എന്ന് മാത്രമല്ല പല പദ്ധതികളും ഒക്കെ, സ്കോളർഷിപ്പ് പദ്ധതിയുണ്ട്, ഹൃദ്യം പദ്ധതി അടക്കം കാശ് കൊടുക്കാൻ നമുക്ക് പ്രയാസപ്പെട്ടിട്ടുണ്ട്. ആ ഹൃദ്യം പദ്ധതി ഡയാലിസിസ് ചെയ്യുന്നവർക്ക് ചെറിയൊരു സഹായം എന്നുള്ളതായിരുന്നു. കരൾ രോഗികൾക്ക് പുതിയൊരു പദ്ധതി, അതടക്കം ഞങ്ങൾ ആശങ്കയില്ല. ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള രീതിക്ക് അനുസരിച്ചിട്ട് ഇതുകൊണ്ടാണ് ഇതിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള നമ്മുടെ ജനാധിപത്യ വിശ്വാസികൾ സമ്പൂർണ്ണമായിട്ട് ഇതിൽ പ്രതിഷേധിക്കണം എന്നുള്ള ഒരു അനൗൺസ്മെന്റ് ഞാൻ. അപ്പോൾ ഇത്ര പദ്ധതികളിലെല്ലാം ഈ പറഞ്ഞ പദ്ധതികളെല്ലാം ഒരു ആശങ്ക മുൻനിൽക്കുമ്പോഴും ഫണ്ട് കുറവാണെങ്കിലും ജനക്ഷേമ പ്രവർത്തനങ്ങൾ തടസ്സങ്ങളൊന്നുമില്ലാണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നഗരസഭയ്ക്ക് കഴിയുന്നൊരു ഉറപ്പ് ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമോ? അതെ, ഞങ്ങൾ അങ്ങനെ കൊടുക്കുന്ന എന്താണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആശങ്കപ്പെടുന്ന എന്താണെങ്കിൽ നമുക്ക് പല പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഓൺ ഫണ്ടിൽ നിന്ന് എടുത്തിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സർക്കാർ ഇതേ നിലപാട് മുന്നോട്ട് പോകും. എന്താണെന്ന് വെച്ചാൽ സർക്കാർ പറഞ്ഞില്ല, ഇപ്രാവശ്യം സെൻട്രൽ ഫൈനാൻസ് ഫണ്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചണോ എന്ന് പറഞ്ഞു. ഞാൻ കാര്യവും പറയാം, കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ധനസഹായത്തിൻ്റെ പദ്ധതി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കൊല്ലം നമുക്ക് 3 കോടി എന്നുള്ള രീതിയിലാണ്. അതിൽ തന്നെ ഇപ്രാവശ്യം എത്രയുണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ 1,36 ലക്ഷം രൂപ രണ്ട് ഫണ്ടുണ്ട്. ടൈഡ്, ബേസിക്, ടൈഡ് എന്ന് പറഞ്ഞ ഫണ്ട്. ആ 2 ഫണ്ടിലും കഴിഞ്ഞ പ്രാവശ്യത്തെ പണി പലതും ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ചെയ്തു വെച്ചാലും കേന്ദ്ര സർക്കാർ തരാൻ ബാക്കി കോടികളാണ് തരാൻ പറയും. അതിൻ്റെ ഒപ്പമാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് ഇനി അതൊന്ന് 5 കോടി എന്താ കിട്ടുക? ഒന്നും കിട്ടാൻ ഞങ്ങൾ തന്നെ പുതിയ പദ്ധതി വെച്ച് 0 വെച്ചിട്ടാണ് കിട്ടും എന്നുള്ളത്. കിട്ടുന്ന എന്താ? കഴിഞ്ഞ പ്രാവശ്യത്തിന് കഴിഞ്ഞ പ്രാവശ്യം 3 ചില്ലാനം കോടി കിട്ടിയപ്പോൾ അതിൽ ബാക്കി വന്ന എത്ര? 1 ചില്ലാൻ കോടി. അപ്പോൾ പരമാവധി നമുക്ക് ആവറേജ് എത്ര വരും? 1.5 പരമാവധി 3 കോടിയാണ്. കൊടുക്കാൻ എത്ര ബാക്കിയ? 3 കോടി വരുന്നുണ്ട്. അപ്പോൾ പുതിയ വല്ല പദ്ധതി അതിലേക്ക് വയ്ക്കാൻ പറ്റും? അതിലേക്കും കയറ്റാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഞങ്ങൾ എന്താണെങ്കിലും പലതും വെട്ടിക്കുറയ്ക്കേണ്ടി വരും, സംശയമൊന്നുമില്ല. ജനങ്ങളുടെ മുന്നിൽ ഇത് പറയേണ്ടി വരുമല്ലോ. വെട്ടിക്കുറച്ചുകൊണ്ട് പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് നിർത്തേണ്ട പ്രധാനപ്പെട്ട നമ്മുടെ ഭിന്നശേഷി കുട്ടികളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ അതോടൊപ്പം തന്നെ നമ്മുടെ പാർപ്പിടം നമ്പർ കുറയും. ഒരു റിപ്പയറിന് എന്നുള്ളത് ആവറേജ് ചിലപ്പോൾ 4, 5, 6 കൊടുക്കുന്നത് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ 2-3 ക്രമീകരിക്കേണ്ടി വരും. 50,000 രൂപയാണ് ജനങ്ങൾക്ക് കൊടുക്കാമെന്നുള്ളൊരു 50,000 കൊടുത്താൽ അവർക്കൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം 25,000, ഇപ്രാവശ്യം 50,000 ആക്കാതെ. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ബേജാറാവുന്നു. 50,000 ആക്കുന്ന റെഡ്യൂസ് ചെയ്യേണ്ടി വരും. 75 SC വിഭാഗക്കാർക്ക് കൊടുക്കണം ഉദ്ദേശിച്ചാൽ അതിലും റെഡ്യൂസ് ചെയ്യേണ്ടി വരും. ചുരുക്കം പറഞ്ഞാൽ ഇതെന്താണ്? ഇത് ക്ഷേമ പ്രവർത്തനങ്ങളെ പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്യുന്ന രീതിക്കനുസരിച്ചിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. റോഡിനത്തിലും റോഡിൻ്റെ സംഖ്യയിൽ മാത്രമാണ് ഒരു വെട്ടിക്കുറവ് നമുക്ക് നടത്താത്ത. ചെറുപ്പശ്ശേരിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പോൾ റോഡെല്ലാം വളരെ വികസിച്ച് വന്നുള്ള ഒരു കാലഘട്ടമാണ്. എന്നാലും അതിൽ ഫണ്ട് വേണം നമ്മൾ അച്ഛൻ പറയാം. പക്ഷേ നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത്. അതിലാണ് ഈ കുറവ് എന്നുള്ളത്. അത് ഭയാശങ്കയുണ്ട്. ഈ ഭയാശങ്ക നമുക്ക് സമ്പൂർണ്ണമായിട്ട് തീർക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യും? ഒരു ജനാധിപത്യ രീതിക്കനുസരിച്ച് നമ്മുടെ പ്രതിഷേധം ഓരോ നഗരസഭയും ഓരോ പഞ്ചായത്തിൻ്റെ പ്രതിഷേധം ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് ആ പ്രതിഷേധവുമായിട്ട് ഞങ്ങൾ ജനപ്രതിനിധികൾ, ഞങ്ങളുടെ LDFൻ്റെ ജനപ്രതിനിധികൾ അടുത്ത ദിവസം തന്നെ ഞങ്ങൾ കടുത്ത പ്രതിഷേധമായിട്ട് തന്നെ ഇത് ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ സമര പരിപാടികളായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഈ ഒരു നടപടി ചെർപ്പുളശ്ശേരി നഗരസഭയുടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 4 കോടി രൂപ വെട്ടിക്കുറച്ചു എന്നുള്ളൊരു നടപടി നഗരസഭയുടെ വിവിധങ്ങളായ പദ്ധതികളെ വലിയ രീതിയിൽ ബാധിക്കുമെന്നതാണ് നഗരസഭ വൈസ് ചെയർമാൻ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും ഈ ഒരു നടപടിക്കെതിരെ നഗരസഭ ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോകുമെന്നത് നമുക്ക് കണ്ടറിയാം. ക്യാമറ പേഴ്സൺ ശരത് കുമാറിനോടൊപ്പം ആര്യ ഉണ്ണികൃഷ്ണൻ, 1 ന്യൂസ്.
ചെറുപ്പുളശ്ശേരി ഐഡിയൽ ക്യാമ്പസിലെ വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് സ്ഥാപനമായ AICTE അംഗീകൃത ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസിൽ പുതിയ കാലത്ത് ജോലി സാധ്യതയുള്ള ആഡ് ഓൺ കോഴ്സുകളോടെ BA, BSc, BCom, BSW, BCA, BBA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകളിലേക്കും MA ഇംഗ്ലീഷ്, MCom, MSW തുടങ്ങിയ റെഗുലർ BEd ആൻഡ് DEIED ആൻഡ് ITI കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ചെറുപ്പുളശ്ശേരി.